അപ്പോൾ കുറേ പേര് നമ്മളെ താറാകുട്ടിയുടെ വീഡിയോ എന്താ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ താറാകുട്ടികൾ ഇപ്പോൾ ഒന്ന് മാത്രമേ ബാക്കിയുള്ളേ. ഏകദേശം 8-9 കുട്ടികളുണ്ടായിരുന്നേ. അതിൽ ആദ്യം ഒന്ന് ചത്തു, പിന്നെ വെള്ളത്തിൽ ചാടിയിട്ട് വേറൊന്ന് ചത്തു കേട്ടോ. അങ്ങനെ 6 ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ ഈ കൂട്ടിൽ തട്ടിയിരുന്നു കേട്ടോ. ഇത് കവറ് തട്ടിയിരുന്നേ. ആ കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ ഭയങ്കര പേടിയാണ് ഇപ്പോൾ. അപ്പോൾ കുറേ പേര് ചോദിച്ചു താറാവ് കുട്ടികളുടെ വിശേഷം എന്തായി എന്നൊക്കെ. അപ്പോൾ 8 താറാവുകളുണ്ടായിരുന്നു. 2-3 കുറഞ്ഞു. പിന്നെ നമ്മളെ കോഴിക്കുട്ടികൾ ഇട്ടിരുന്ന കൂട്ടിലോട്ടോ അവരൊക്കെ ഇട്ടിരുന്നത്. നമ്മൾ മേലെ കവർ ചെയ്തിട്ടില്ല. മേലെ പന്തലുണ്ടായിരുന്നു, പക്ഷെ കവർ ചെയ്തിട്ടില്ല. ആദ്യത്തെ ദിവസം 2 കാണാതെ, അതായത് നേരം വെളുത്തപ്പോൾ 6 4 2 കാണാനില്ല. അപ്പോൾ നമ്മൾ പൂച്ചയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയതാണ് ചോദിച്ചിട്ടെ. കാരണം ലിയോ ഉണ്ട്, ലിയോ കുറച്ചതൊന്നുമില്ല. അതാകുമ്പോൾ പൂച്ചനെ കാണുമ്പോഴത്തേക്കും കുറയ്ക്കണതാണ്. പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്തു, നേരെ ഇനി ഇവിടെ ഉണ്ടാച്ചിട്ട് അപ്പുറത്ത് നമ്മൾ വെള്ളക്കോഴികളുടെ കൂട്ടത്തിൽ ഇട്ടു. അപ്പോഴും പിറ്റേ ദിവസം ആയപ്പോൾ ബാക്കി 4 3 എന്ത് ചെയ്തു, അന്നും കൊണ്ടുപോയി കേട്ടോ. കാരണം അത് കുറച്ച് സെറ്റപ്പ് ആയിട്ടുള്ളൊരു നെറ്റും കാര്യങ്ങളൊക്കെയാണ്. താഴത്തെ കൂടി ഒന്നും പൂച്ച അങ്ങനെയൊന്നും കയറൂല. ആ ദിവസം തന്നെ നോക്കിയപ്പോൾ ഉണ്ട് ഒന്നിൻ്റെ തല മാത്രം കാണുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടി ബാക്കിയായി. ബാക്കിയായ കുട്ടിയാണ് ഇപ്പോൾ കാണുന്നത്, ഒറ്റ കുട്ടി. ഇപ്പം നമ്മൾ നേരെ അതിനെ പിടിച്ച് കൂട്ടിക്കിടും, അതായത് നമ്മുടെ വലിയ കൂട്ടിക്കിടും കേട്ടോ. അതുകൊണ്ട് ഇപ്പം അതിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് മെരുകാണോ അതോ മൂങ്ങയോ അങ്ങനെ എന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല കേട്ടോ. നമ്മളൊന്നും കണ്ടിട്ടില്ല. നായ കുരയ്ക്കണമെന്ന് കേട്ടിട്ടില്ല. മെരുകൊക്കെ വരികയാണെങ്കിൽ നായ എന്തായാലും കുരയ്ക്കും, പക്ഷേ ഇത് നായ കുരയ്ക്കുക അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഒക്കെ നട്ടപ്പാതിരയ്ക്ക് ഇങ്ങനെയുള്ള സമയത്ത് കൊണ്ടുപോയതാട്ടോ. ഉണ്ട് കേട്ടോ. തള്ള എങ്ങോട്ടാണോ പോണത് അതിൽക്കൂടെ ഒക്കെ നടന്ന് ചെനക്കി പെറുക്കി നടക്കുകയാണ്. ഒറ്റയ്ക്കായിട്ട് സംഭവം. ഒരുപാട് ആൾക്കാർ 8 ആൾക്കാർ ഒപ്പം ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഒറ്റയ്ക്കായി തള്ളേൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുക കേട്ടോ. ആള് തള്ള എവിടേക്കാണ് ചെനക്കി പെറുക്കുന്നത് അതിൽക്കൂടെ ഇങ്ങനെ നടന്ന് പോവാണ്. നടന്ന് ഇങ്ങനെ പെറുക്കുകയും പിന്നെ ഫുഡ് കഴിക്കൂട്ടോ. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡൊക്കെ കഴിക്കും. മറ്റുള്ള മാതിരിയൊന്നുമല്ല. ഇത് സാധാ താറാവ് തന്നെയാണ് കേട്ടോ. മണിത്താറാവൊന്നും അല്ലേ, സാധാ താറാവിൻ്റെ കുട്ടിയാണിത്. നമ്മുടെ മറ്റേ താറാവുകൾ ഇതേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവർ ഏകദേശം ഒരു ഇങ്ങനെ ഒരു 2 മുട്ട 3 മുട്ടയൊക്കെ ഡെയിലി കിട്ടും നമുക്ക്. നമ്മുടെ ചാണകമൊക്കെ ഉണ്ടായതുകൊണ്ടേ, ചാണകമൊക്കെ ഉണ്ടായതുകൊണ്ട് ചെനിക്ക് പെറുക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ തള്ള കൂടെയൊക്കെ പോകണോ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുക കേട്ടോ. ശരിക്ക് അയറ്റുകൊണ്ട് പോണത് വരെ തള്ളേൻ്റെ ഒപ്പം പോകാൻ താല്പര്യമൊന്നുണ്ടായില്ല. ഓല വഴിക്ക് അങ്ങനെ പോവുമായിരുന്നു. ഇപ്പോൾ ഒരു പോയപ്പോഴേ ടീമൊക്കെ പോയപ്പോൾ ഒറ്റയ്ക്കായല്ലോ. ഒറ്റയ്ക്കായപ്പോൾ അമ്മേനെ അവർക്ക് വേണം കേട്ടോ. ആ കോഴി തന്നെയാണ് അടവിരിഞ്ഞ് തറകുട്ടികളുണ്ടായത് കേട്ടോ. തള്ള ചനക്കി കൊടുക്കും, കുട്ടി ഇതേ അവിടെ വന്നിട്ട് തിന്നു കേട്ടോ. ആദ്യമൊന്നും തള്ളേനെ വേണ്ടത് കേട്ടോ. തള്ള ഒറ്റയ്ക്കായപ്പോഴേ തള്ള തന്നെ ഉള്ളൂ കൂട്ടിൽ. മാത്രമല്ല നമ്മളിപ്പോൾ കൂട്ടിക്ക് ഇട്ടു കേട്ടോ. നമ്മൾ വലിയ കോഴിക്കളുടെ കൂട്ടിക്ക് ഇട്ടിപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ പോകണമെന്ന് കാണേണ്ടി വരും ചിലപ്പോൾ. പക്ഷെ മറ്റ് കോഴിക്കുട്ടികളെയോ അല്ലെങ്കിൽ വലിയ കോഴികളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഈ മൂങ്ങയില എന്താണോ അത് പിടിച്ചത്, എന്താണോ ആ സംഭവം. താറാകുട്ടികളൊന്നും അത് പെരും കരച്ചിലാണ്. രാത്രിയൊക്കെ ഇങ്ങനെ കരയുമ്പോൾ ഓരോ സ്ഥലത്തു നിന്നൊക്കെ മൂങ്ങയായാലും ഈ മെരുകൊക്കെ ആയാലും വരും. അമ്മമാര് കരച്ചില്ല. രാത്രി ഇങ്ങനെ നിൽക്കാതെ കരയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കുക ചെയ്യാം. അപ്പോൾ കോഴികളാണെങ്കിൽ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കും, താറാവ് ഇങ്ങനെ അടങ്ങിയിരിക്കൂലേ. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ടൊക്കെ ഇങ്ങനെ നടക്കുക ചെയ്യാം. നമ്മളെ ഒരു കോഴി പരുന്ത് വന്നപ്പോൾ പൂന്തുന്ന വീഡിയോ കണ്ടല്ലോ, ആ കോഴി ആട്ടാ കാണുന്നത് നമ്മുടെ ബേക്കിലുള്ളത്. അതിൻ്റെ ഇതേപോലെ വരുന്ന സമയത്ത് 5 കുട്ടികളുണ്ടായിരുന്നേ. പരുന്തോ അല്ലെങ്കിൽ പകൽ സമയത്ത് ഒന്നും കൊണ്ടുപോയതല്ല കേട്ടോ. ഇതൊക്കെ രാത്രി, അതായത് നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നായ പോലും അറിയാതെ കേട്ടോ ഇവിടെ കുറന്ന് വന്നിരിക്കുന്നത്. മിക്കവാറും അത് മൂങ്ങയാവാനാണ് ചാൻസ്, അല്ലെങ്കിൽ മെരുകാണ്. ഇങ്ങനെ തലയൊക്കെ വെട്ടിട്ടുണ്ട് കേട്ടിട്ടുള്ളത്, മൂങ്ങ മെരുകൊക്കെ.
അപ്പോൾ ദേ ഇവരും എന്തായി 2 കുട്ടികളായിട്ടപ്പോൾ ടോട്ടൽ 5 ഉണ്ടായിരുന്നേ. വെള്ള കുട്ടികൾ തള്ളേൻ്റെ അതേ കളറായിരുന്നു കേട്ടോ. പക്ഷെ ഇവരും 5 3 കൊണ്ടുപോയിട്ടോ. പിന്നെ നമ്മളിപ്പോൾ മാറ്റിയിട്ടോട് കൂടിയിട്ട് ഇപ്പോൾ കൊണ്ടുപോകലില്ലേ, കാരണം ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ കിട്ടിയപ്പോൾ പിടിച്ചതാവട്ടോ മിക്കവാറും. നമ്മൾ അവിടുത്തെ കൂട് അങ്ങനത്തെ ഒരു കൂടായിരുന്നു. നമ്മുടെ താറാവുകളെ കുളം അത് ഇപ്പോഴും മാറ്റിയിട്ടോ. നമ്മൾ കുറേ പേര് പുതിയ കുളം ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിരുന്നേ.